ഹായ് ഹായ്. അപ്പം ഞാൻ തീർത്തും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു മത്സരാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ്, കള്ളക്കളികൾ കലോത്സവത്തിന് അന്നും ഇന്നും പുത്തിരിയല്ല. അതിപ്പോൾ എല്ലാ വർഷം കലോത്സവം നടക്കുന്ന സമയത്തും നമ്മൾ കാണുന്നതാണ്, ഇപ്പോഴും എല്ലാ വർഷത്തിന്റെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. പക്ഷെങ്കിൽ ഞാൻ 10 വർഷത്തോളം പഠിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ സബ് ജില്ലയായ ഞാൻ 10 വർഷത്തോളം പെർഫോം ചെയ്ത് എന്നെ ഞാനാക്കി മാറ്റിയൊരു സബ് ജില്ലയിൽ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യണ, ഒരുപാട് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ടീച്ചേഴ്സും സ്റ്റുഡൻസും സ്റ്റാഫും ഉള്ള ഒരു സബ് ജില്ലയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവം ഇന്ന് സംഭവിച്ചു. അപ്പൊ അതിന് കുറച്ച് അനേകം ആൾക്കാർ, അതിന് ഒരുപാട് അവാർഡിന് അർഹരായിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോണത്. അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ പറയണ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് തീരുമാനം എടുക്കുക. അപ്പൊ ഞാൻ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അടുത്ത സ്റ്റോറിയിൽ പറഞ്ഞുതരാം. അപ്പൊ നിലമ്പൂർ സബ് ജില്ലാ കലോത്സവത്തിന്റെ പ്രചരണാർത്ഥത്തിന്റെ ഭാഗമായിട്ട് ഒരു റീൽസ് കോൺടെസ്റ്റ് മീഡിയ കമ്മിറ്റി, കലോത്സവ മീഡിയ കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്നു. അതിൽ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്, അതിന്റെ സംഭവങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വ്യൂസ് വേണം, ലൈക്ക് വേണം, കമന്റ് വേണം, മികച്ച വീഡിയോ ആവണം, ഇങ്ങനെ ഒരു 4-5, പിന്നെ കലോത്സവത്തിന്റെ തീം വേണം, ലോഗോ വേണം, 5-6 മാനദണ്ഡങ്ങളുണ്ട്. അപ്പം ഇത് പാലിച്ചിട്ട് ഇപ്പച്ചിന്റെ സ്കൂളിൽ LP UP കുട്ടികളാണ്, അവർക്ക് ഇൻസ്റ്റാഗ്രാമോ സംഭവങ്ങളൊന്നുമില്ല. അവരൊരു വീഡിയോ പുറത്തിറക്കി. അപ്പൊ അവസാന ദിവസം വരെ നമ്മൾ ആരും കൂടണില്ല, കാരണം നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ഇത് എടുക്കണില്ല. പക്ഷെങ്കിൽ കൂടെ മത്സരിച്ച ആൾക്കാർ ഫേക്ക് വ്യൂസ് കയറ്റിയിട്ട് ഈ പാവങ്ങളെ സ്കൂളിൽ ഇപ്പാന്റെയും സ്കൂളിലത്തെ ചെറിയ കുട്ടികളെ ഉമ്മമാരും ഇവരൊക്കെ ഷെയർ ചെയ്ത് കിട്ടിയ വ്യൂസിന്റെ മുകളിൽ വ്യൂസ് കൊണ്ടുപോയി തുടങ്ങി. ഫേക്ക് വ്യൂസും സാധനങ്ങളും കയറ്റിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് 100K 500K 800K 1.5 മില്യണക്ക് പോണ വീഡിയോസ് വരൽ തുടങ്ങി. അപ്പോഴാണ് ഞാനും ബാസിലും നമ്മളെല്ലാവരും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ ചെറിയ കുട്ടികളെ വീഡിയോ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് ഞങ്ങളെല്ലാവരും നല്ലൊരു കുഴപ്പമില്ലാത്ത 21 ലക്ഷം ആൾക്കാരിലേക്ക് ആ കണ്ടന്റ് ഞങ്ങൾ എത്തിച്ചു കൊടുത്ത് ഒരു ദിവസം മുന്നേ. അപ്പൊ അങ്ങനെ സ്വാഭാവികമായും കള്ളക്കളി കളിച്ച്, അതായത് ഫേക്ക് വ്യൂസ് എല്ലാം അടിച്ചു കയറ്റി നിൽക്കണ സ്കൂളുകാരെല്ലാവരും ഇടയ്ക്ക് ഈ പാവം LP UP സ്കൂൾ കുട്ടികളെ വീഡിയോ ഞങ്ങളെല്ലാവരും സഹകരിച്ച് സഹായിച്ച് നല്ല വ്യൂസിലെത്തി ഒരു ജയിക്കുന്ന ഒരു പൊസിഷനിലെത്തി. അപ്പൊ 1ാം സ്ഥാനക്കാർക്ക് 5000 രൂപ. അത് പോട്ടെ, പൈസ അല്ല ഇവിടെ പ്രശ്നം. അപ്പൊ ഇവർ 1ാം സ്ഥാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒന്നാമത് ഈ മീഡിയ കമ്മിറ്റി മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ഡേറ്റ് 2 പ്രാവശ്യം മാറ്റി. ആദ്യത്തെ ദിവസം മാറ്റി, 2ാമത്തെ ദിവസം മാറ്റി. അതായത് ബാക്കിയുള്ളവർക്ക് മാക്സിമം ടൈം കൊടുക്കുകയാണ്. അതായത് ഫേക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കൊണ്ടുപോകാം, അത് കൊടുത്തിട്ട് വേണം മറ്റുള്ള തോൽപ്പിക്കാൻ എന്നുള്ള കളിയാണ് ഫസ്റ്റ് മുതൽ കളിക്കുന്നത്. 2 ദിവസം ടൈം കിട്ടിയിട്ടും വേണ്ടപ്പെട്ട ഫേക്ക് വ്യൂസ് ഒന്നും ഒറിജിനൽ വ്യൂസിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇത് മാനദണ്ഡങ്ങളിൽ 5-6 മാനദണ്ഡങ്ങളിൽ 5 അല്ലെങ്കിൽ 5-ൽ 4 പാലിച്ച് ഫസ്റ്റ് ആയിട്ട് ഈ LP UP കുട്ടികളെ റീലെത്തി നിൽക്കുന്ന സമയത്ത് ഇവര് എടുത്ത തീരുമാനമാണ് ഏറ്റവും വലിയ കോമഡി. അതായത് മാനദണ്ഡങ്ങൾ കറക്റ്റ് ഇതുണ്ട് കേട്ടോ. ഇതിന്റെ മാനദണ്ഡങ്ങളെ അടുത്ത സ്റ്റോറിയിൽ ഷെയർ ചെയ്തത് എന്താണെന്നിട്ട് അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയും, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ദുനിയാവിലെ ഏറ്റവും കോമഡി കലോത്സവം റീൽസ് കോൺടെസ്റ്റ് കണ്ടക്ട് ചെയ്ത മീഡിയ കമ്മിറ്റിൻ്റെ റൂൾസ് ഞാൻ വായിച്ചു തരാം. മികച്ചതും കൂടുതൽ വ്യൂവേഴ്സും ലൈക്കുള്ളതും കമൻ്റ് ഉള്ളതുമായ വീഡിയോ ആരാണ് തയ്യാറാക്കിയതാണ് അവർക്കാണ് സമ്മാനം നൽകുക. ഈ സംഭവം എല്ലാവരും കണ്ടല്ലോ, ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ മാനദണ്ഡങ്ങളിൽ 5-ൽ 4 കൃത്യമായി പാലിച്ച് എല്ലാത്തിലും എടുത്തുകൂടി, അതായത് ആ വീഡിയോന്റെ പൊസിഷൻ കൂടി ബാക്കിയുള്ള വീഡിയോസ് എത്തിയിട്ടില്ല, അവിടം വരെ എത്താത്ത വീഡിയോസിനെ വരെ ഇവര് കൂട്ടു നിർത്തിയിട്ട് ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാല് കള്ള വ്യൂസ് കയറ്റിയവനക്കും ജയിച്ചവനക്കും, അതായത് കഷ്ടപ്പെട്ട് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച സ്കൂളുകാർക്ക്, അതുപോലെ അവരുടെ പാരന്റ്സിന്, അവരുടെ കുട്ടികള്, ഇവർക്കും ഒരു സമ്മാനം. ഇങ്ങനെ കണ്ട ചൈനക്കാർക്ക് പൈസ കൊടുത്തിട്ട് വ്യൂസ് കുത്തി കയറ്റിയ സ്കൂളുകാർക്കും ഒരു സമ്മാനം. അതായത് ഇപ്പൊ ഒരു ഒളിമ്പിക്സ് ഓട്ട മത്സരത്തില് ഉത്തേജകം അടിച്ചിട്ട് ഒരു അത്ലറ്റ് റൺ ചെയ്യാണ്. റൺ ചെയ്തുകാണ്ട് ഓനെ പുറത്താക്കി. എന്നാ ഉസൈൻ ബോൾട്ട് പോയി ഗോൾഡ് മെഡൽ അടിച്ചു. അപ്പൊ ഒളിമ്പിക്സ് കമ്മിറ്റി ഇങ്ങനെ വന്നിട്ട് പറയാണ്, ഉസൈൻ ബോൾട്ട് ഗോൾഡ് മെഡൽ അടിച്ചതൊക്കെ ശരിയാണ്, പക്ഷെങ്കിൽ ഉത്തേജകം അടിച്ചവനും കൂടി ഗോൾഡ് മെഡൽ ഒന്ന് ഷെയർ ചെയ്യണം, നിങ്ങളൊന്ന് കൂടിയെടുക്കണം. അതാണ് ഇപ്പം ഈ നിലമ്പൂർ കലോത്സവത്തിലെ മീഡിയ കമ്മിറ്റി ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാല്, അല്ലാതെ ഇനി തെറ്റുണ്ടെന്ന് തോന്നണോല് പറഞ്ഞോളി. ഇനി ഇതിന്റെ വിധി പ്രഖ്യാപന വീഡിയോ ഉണ്ട്. അപ്പൊ എന്താ പറയുക, ഒരു കുട്ടി എന്നുള്ള നിലയിൽ കുട്ടികൾക്ക് ഇതിലൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ ചെറുപ്പകാലത്തിൽ കലോത്സവത്തിന്റെ സമയത്തിൽ ജഡ്ജസ് പല തവണ നമുക്ക് പണി തന്നു. കുറെ ജഡ്ജസ് ഉണ്ട്, അതായത് ഇങ്ങനെ എത്ര നന്നായി പാടിയാലും ഇനി തെറ്റിച്ച് പാടിയതിന് ഫസ്റ്റ് കൊടുക്കുക, എന്നിട്ട് നല്ല രീതിക്ക് പാടി, അതായത് പാടുന്നതിന്റെ ഇടയിൽ വെള്ളമിറക്കി പാടണവന് ഫസ്റ്റ് കിട്ടും ചെയ്യും. വെള്ളം നിറക്കാതെ നമ്മൾ കറക്റ്റ് പാടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫസ്റ്റ് തരൂല്ല. അങ്ങനത്തെ സംഭവങ്ങൾ അടക്കം, അങ്ങനത്തെ ഒന്നൊന്നല്ല, എത്രയോ. ഇപ്പൊ തന്നെ ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ എല്ലാവരും റീൽസിൽ കാണുന്നുണ്ടാവും എല്ലാ സംഭവങ്ങളും. അപ്പൊ ഇതൊന്നും ആ കുട്ടികളെ പ്രായത്തിൽ ആരും റിയാക്ട് ചെയ്യൂല. കാരണം ഓൾക്ക് റിയാക്ട് ചെയ്തിട്ട് ഓല് പറയും അപ്പീലിന് പോയിക്കോളി അവിടെ പോയിട്ടും കാര്യമൊന്നുമില്ല. എന്നിട്ട് അവിടെ പോയി അവിടെ ഇതേപോലത്തെ കുറച്ച് ആൾക്കാർ കൊനെ അറിയാണ്. ഇതാണ് ഇതിന്റെ ബാക്കിൽ ഉണ്ടാവുക. അപ്പം എനിക്ക് പറയാനുള്ളത്,
ഇപ്പൊ ഞാനിത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ പാവ ഉമ്മമാര് ഇവൽക്കൊന്നും പറയാൻ ആരുമില്ല. ഇവലൊക്കെ ഇത് രാപ്പകലില്ലാതെ ഷെയർ ചെയ്ത് ഇവലെ കുടുംബക്കാർക്ക് അയച്ചു കൊടുത്ത് കൂട്ടക്കാർക്ക് അയച്ചു കൊടുത്ത് വാട്സ്ആപ്പ് സ്റ്റാറ്റസും ഫേസ്ബുക്ക് ഇട്ടിട്ടാണ് ഈ വ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എന്നിട്ട് അത് തള്ളി കൊടുത്തിട്ട് ബാക്കിയുള്ള കള്ളന്മാർക്ക് 500 ഒരു കളന് 500 രണ്ടാമത്തെ കളന് 500 എന്നിട്ട് ഇത് ഇങ്ങനെ വീതിച്ച് കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഉണ്ടാക്കിയിരുന്നു അവരുടെ ഒരു സെർച്ചിങ് വിധി അനുസരിച്ച് എല്ലാം നല്ല നല്ല വീഡിയോസ് ആയതുകൊണ്ട് എല്ലാവരെയും വിജയികളായി നമ്മളിവിടെ പ്രഖ്യാപിക്കുകയാണ്. പങ്കെടുത്ത 10 ടീമിനും തുല്യമായി സമ്മാനം പങ്കെടുക്കുകയാണ്. അവർക്കുള്ള മൊമെന്റോ നാളെ കലോത്സവത്തിന്റെ സമാപന ദിവസം വേദിയിൽ വെച്ച് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കൈമാറും. എന്താപ്പത്, എന്താണ് ആ വിധി നിർണയം? കാരണം എന്താ പറയുക, ഇത് എനിക്കുള്ള കൈയടിയില്ല, ഇത് ഓൽക്കുള്ളതാണ്. കാരണം ഈ കള്ളന്മാരെ മൊത്തം കള്ള വ്യൂസ് കുത്തിക്കയറ്റി എല്ലാവരും നാളെ വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ല സമാപന സമ്മേളനത്തിന് നല്ല പൈസ പൊട്ടിച്ച വേദിയിൽ വെച്ചിട്ട് കള്ളന്മാർക്ക് നാളെ അങ്ങനെ നിങ്ങൾ മറ്റേ ലെറ്റർ പാഡിൽ പൊതിഞ്ഞു കൊടുക്കണം ക്യാഷ് പ്രൈസ്. കള്ളന്മാർക്ക് ജനങ്ങളെ മുന്നിൽ, അതായത് ജനങ്ങളെ മണ്ടന്മാരാക്കിയിട്ട് നാളെ അവിടെ തന്നെ നിങ്ങൾ ഇത് ക്യാഷ് പ്രൈസ് കൊടുക്കണം. അപ്പൊ എനിക്കിത് വേറെ ആരെ കുറിച്ചും അല്ല കേട്ടോ. വേറെ ഇപ്പോൾ കലോത്സവത്തിൽ കുറെ കമ്മിറ്റീസ് ഉണ്ടാവും. പക്ഷെ ഈ ചെയ്ത കമ്മിറ്റി ഇത് ചെയ്തത് തെറ്റാണ്. നിങ്ങൾ ചെയ്തത് 100% തെറ്റാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കലോത്സവം പ്രൊമോട്ട് ചെയ്ത 100% തെറ്റാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കലോത്സവം പ്രൊമോട്ട് ചെയ്ത ഉമ്മമാരെയും കുട്ടിയാളെയും മണ്ടന്മാരാക്കിയിട്ടുള്ള ഈ ഡിസിഷൻ നിങ്ങൾക്ക് എന്നും കൊടുക്കാൻ പറ്റട്ടെ. കള്ളന്മാർക്ക് ഇതേപോലെ സ്റ്റേജിൽ എന്നും നിങ്ങൾക്ക് അവാർഡുകൾ കൊടുക്കാൻ ഇനിയും പറ്റട്ടെ. ആ ഒരു പണ്ടത്തെ ഞാനൊക്കെ പഠിച്ച കാലത്തെ ആ ഒരു പാരമ്പര്യം എന്നും ഇനി ഇതുപോലെ കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് കാത്തു സൂക്ഷിച്ചു കൊടുക്കാൻ നിങ്ങളെ പഠിച്ചോ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ ഒരു കോൺടെസ്റ്റിന്റെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ് ജില്ലയാണ് നിലമ്പൂര്. കാരണം ഞാൻ പഠിച്ചു വളർന്ന സ്ഥലമാണ്. ഒരുപാട് ടീച്ചേഴ്സ് ആയിട്ട് എനിക്ക് ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഞാൻ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ഫുഡ് വെച്ച് പോരുന്ന കമ്മിറ്റികളെ കാണുന്നുണ്ട്. നല്ല രീതിയിൽ സൗണ്ട്, നല്ല രീതിയിൽ ട്രോഫി കൊടുക്കുന്ന കമ്മിറ്റി, നല്ല രീതിയിൽ കുട്ടികളെ അറേഞ്ച് ചെയ്യുന്ന കമ്മിറ്റി, മറ്റേ ട്രാൻസ്പോർട്ടേഷൻ കമ്മിറ്റി, ഇതൊക്കെ വർഷങ്ങളായിട്ട് സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. പക്ഷെ ഇതുപോലുള്ള എന്താണ് വ്യൂസ് എന്ന് അറിയാത്ത രീതിനെ, വ്യൂസ് എന്താ, ലൈക്ക് എന്താ, കമന്റ് എന്താന്ന് കാണാനും എണ്ണാനും അറിയാത്ത ആൾക്കാർ മീഡിയ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പോൾ ഈ പണി അറിയില്ലെങ്കിൽ നല്ല പണി അറിയണ പുതിയ കുട്ടികൾ ഇപ്പോൾ ചെറിയ ടീച്ചേഴ്സൊക്കെ വളർന്നു വരുന്നുണ്ട്. ഓൾക്ക് ഈ പണി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നൈസായിട്ട് മാറിക്കൊടുക്കുക. വല്ല ചോറിന്റെ പരിപാടിക്കോ അല്ലെങ്കിൽ ഇതിലേക്കും ഈ കമ്മിറ്റിയിൽ നിൽക്കാതെ മാറിക്കൊടുക്കുക. അതും അല്ലെങ്കിൽ ഇത് ഞാൻ ഇന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ എന്താ പറയുക, നാളത്തെ റീൽ കോൺടെസ്റ്റിൽ റീല് ചെയ്യാത്തതിനെ കുറിച്ച് ഒരു ബോധമില്ലാത്തൊരു ചങ്ങായിന്റെ പേരിൽ പോയിട്ട് അവാർഡ് കൊടുക്കും. മോനെ നിനക്കാണ് റീൽസ് അവിടെ പോലെ റീൽസ് അവാർഡോ അയ്യോ. കാരണം പങ്കെടുക്കാത്ത ആൾക്കാർക്ക് കിട്ടിയാൽ ഇത് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരു അടുത്ത കൊല്ലം കിട്ടും. അത് കിട്ടാതെക്കാനാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ എന്തായാലും ഉഷാറാവട്ടെ എല്ലാ കാര്യങ്ങളും.